PC ചാക്കോയുടെയും അതുപോലെ തന്നെ തോമസ് കെ തോമസിന്റെയും ഡൽഹി ദൗത്യം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ഘടകമായി വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് തോമസ് കെ തോമസിനോടുള്ള താല്പര്യമില്ലായ്മയും AK ശശീന്ദ്രനോടുള്ള താല്പര്യവുമായിരിക്കുമോ എന്ന് പറഞ്ഞുകൂടാ. ഈ AK ശശീന്ദ്രൻ വളരെ കാലമായിട്ട് പൊതുരംഗത്തുള്ള ഒരാളാണ്. അദ്ദേഹം പണ്ട്, ഇപ്പോഴൊന്നുമല്ല, വളരെ പണ്ട് 1980 ആദ്യം MLA ആയിട്ട് വന്ന ആളാണ്. അന്ന് CPM-നൊപ്പം കോൺഗ്രസ് എസിൽ നിന്ന ആളാണ്. അന്ന് ആന്റണിയും വയലാർ രവിയും VM സുധീരനും ഒക്കെ ഇവരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ആന്റണി കോൺഗ്രസ് പുനരുജ്ജീവിപ്പിച്ച് പിന്നീട് ഇന്ദിരാ കോൺഗ്രസിലേക്ക് പോയ ഒരു സമയത്ത് CPM-നൊപ്പം നിന്ന ആളുകളാണ് TP പീതാംബരം മാസ്റ്ററും ഷൺമുഖദാസും കബീർ മാസ്റ്ററും അതുപോലെ ഈ ശശീന്ദ്രൻ. അതിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി. വളരെ കാലം പിന്നെ പുള്ളിക്ക് നിയമസഭയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. പിന്നെ എത്രയോ കാലത്തിന് ശേഷമുണ്ട് ഷൺമുഖദാസ് രംഗത്ത് നിന്ന് പോയതിനു ശേഷമാണ് ശശീന്ദ്രന് വീണ്ടും മത്സരിക്കാനുള്ള ഒരു സേഫ് ആയിട്ടുള്ള സീറ്റ് കിട്ടുന്നു. അദ്ദേഹം നിയമസഭയിലേക്ക് തിരിച്ചു വരും. പിന്നീട് എത്രയോ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മന്ത്രിയായത്. അങ്ങനെ മന്ത്രിയായ ഒരാളാണ്. ഏത് കാലത്തും ഈ CPM-നോട് ഇടതുമുന്നണിയോട് ലോയലായിട്ട് നിന്ന ഒരാളാണ്. നേരെ മറിച്ച് തോമസ് കെ തോമസിന് എന്ത് പാരമ്പര്യമുള്ളൂ ഒന്ന് ആലോചിച്ചു. ഈ കുവൈറ്റ് ചാണ്ടി എന്ന് പറഞ്ഞ വലിയൊരു സമ്പന്നൻ വളരെയധികം പണം മുടക്കി. അത് DIC-യിൽ കൂടി വന്ന ആളാണ്. DIC-യിൽ നിന്ന് NCP ആയി. NCP-യിൽ അദ്ദേഹം പ്രബലനായി. അദ്ദേഹത്തിന്റെ കാലശേഷം മരിക്കാൻ കാലത്ത് വില്ല് എഴുതി വെച്ചു. എനിക്ക് ശേഷം എന്റെ മണ്ഡലം എന്റെ അനുജൻ തോമസിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ തോമസ് അവിടെ മത്സരിക്കുന്നു, ജയിക്കുന്നു. അദ്ദേഹത്തിന് മന്ത്രിയാവണം എന്ന് പറഞ്ഞാൽ എന്തൊരു അസംബന്ധമാണെന്ന് ആലോചിച്ചു. അതുമാത്രമല്ല, ഈ PC ചാക്കോ എങ്ങനെ NCP-യുടെ പ്രസിഡന്റായി, അതൊക്കെ വലിയ തമാശയല്ലേ. PC ചാക്കോ എത്രയോ കൊല്ലം മുമ്പ് ഈ കോൺഗ്രസ് എസിനെ വഞ്ചിച്ച് ശരത് പവാറിന്റെ വാലെ തൂങ്ങി ഇന്ദിരാ കോൺഗ്രസിൽ പോയി അവിടെ കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും നക്കിയതിന് ശേഷം, എല്ലാ ആനുകൂല്യങ്ങളും പറ്റി തിന്നതിന് ശേഷം അയാൾ ഇനിയൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും NCP-യിലേക്ക് വന്ന ആളാണ്. അതിനുശേഷം ഞാനാണ് NCP-യുടെ മുതലാളി, ഞാൻ പറഞ്ഞാണ് ഇവിടെ നിയമം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും? പിണറായി വിജയനല്ല, ഗോവിന്ദൻ മാഷല്ല, ആർക്കും അംഗീകരിക്കാൻ പറ്റും. ഒരു ഇടതുപക്ഷക്കാരനും അത് അംഗീകരിക്കാൻ പറ്റില്ല. ശരിയായ ഇടതുപക്ഷക്കാരൻ ശശീന്ദ്രനാണ്. അദ്ദേഹത്തെ മാറ്റുകയാണെങ്കിൽ തന്നെ തോമസിനെ മന്ത്രിയാക്കുന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും സദാചാരത്തിനും നിരക്കുന്ന ഒരു നടപടി ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അതിൽ പണത്തിന്റെ വലിയ സ്വാധീനമുണ്ട്. ആ കാര്യത്തിൽ എന്താ സംശയമുള്ളത്? ഇത് തോമസ് മന്ത്രിയാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇന്ന് ശശീന്ദ്രന്റെ വാക്ക് അങ്ങ് ശ്രദ്ധിച്ചോ എന്നറിയില്ല. ശശീന്ദ്രൻ ഇന്ന് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഒഴിയാനൊക്കെ തയ്യാറാണ്, പക്ഷെ പകരം വേറെ മന്ത്രി ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒഴിയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇനി ഞാൻ രാജിവെച്ചാലും എന്തായാലും തോമസ് കെ തോമസ് മന്ത്രിയാവില്ല, പിന്നെ ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണ്ടല്ലോ എന്ന് തന്നെയാണല്ലോ. അതെ, അതിലിപ്പോ ഇദ്ദേഹം മാറിയാലും മറ്റേ അദ്ദേഹത്തെ മന്ത്രിയാക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൂടി തോന്നണം. കാരണം മുഖ്യമന്ത്രിയാണല്ലോ മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രിയെ വരച്ച വരയിൽ നിർത്തി ഗൺ പോയിന്റിൽ നിർത്തി ഒരു മന്ത്രിസ്ഥാനം പിടിച്ചു മേടിക്കാനുള്ള ത്രാണിയൊന്നും NCP-ക്കില്ല. NCP എന്ന് പറഞ്ഞത് തന്നെ എത്ര ആളുണ്ട്? 4, 3, 6 ആളുള്ള പാർട്ടിയാണ് NCP. അതിൽ തന്നെ പണ്ട് കോൺഗ്രസ് എസായിരുന്ന നമ്മുടെ പീതാംബരം മാഷിനെ പോലെ അല്ലെങ്കിൽ ശശീന്ദ്രനെ പോലെയുള്ള ഒറിജിനൽ NCP-ക്കാരുണ്ട്. പിന്നെ ഇതുപോലെ ഈ ഒട്ടകത്തിന് ഇടം കൊടുത്ത അറബിയുടെ അവസ്ഥയിലായി. ഇപ്പൊ ഒട്ടകത്തിന്റെ റോളിലാണ് PC ചാക്കോയും അതുപോലെ നമ്മുടെ തോമസ് കെ തോമസ്. അപ്പൊ ഇങ്ങനെ വലിഞ്ഞു കയറി വന്ന ആളുകൾക്ക് കൂടി കൂടിയിട്ട് അവിടെ ഒറിജിനലായിട്ട് ഉണ്ടായിരുന്ന വിരലിലുണ്ടാവുന്ന NCP-ക്കാരെ പുറത്താക്കിയിട്ട് ഞങ്ങളാണ് ഒറിജിനൽ NCP എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയോട് വില പേശി ഈ മന്ത്രിസ്ഥാനം തട്ടിപ്പറിച്ചെടുക്കാനുള്ള ശ്രമമാണ്. ഇതൊക്കെ വളരെ പരിഹാസ്യമാണ് എന്ന് മാത്രമേ പറയാവൂ.